PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPIയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം സബ് ട്രഷറി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം CPI ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPI ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നെടുങ്കണ്ടം സബ് ട്രഷറി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പടിഞ്ഞാറേ കവലയിൽ നിന്നും ആരംഭിച്ച മാർച്ച് കിഴക്കേ കവലയിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPI ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു. മുമ്പ് PM ശ്രീ പദ്ധതിയെ എതിർത്ത മുസ്ലിം ലീഗ് ഇപ്പോൾ നയം വ്യക്തമാക്കണമെന്ന് K. സലീംകുമാർ ആവശ്യപ്പെട്ടു. ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായിരുന്ന ശ്രീ VD സതീശൻ ഈ കേരള സംസ്ഥാനത്തെമ്പാടും തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി ഒരു കാരണവശാലും നടപ്പിലാക്കത്തില്ല എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ അതിനേക്കാളും വാശിയായി UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിട്ടുള്ള ഇന്നത്തെ ഈ മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള KM ഷാജി അടക്കമുള്ള ആളുകൾ അന്ന് പറഞ്ഞത് PM ശ്രീ UDF അധികാരത്തിൽ വന്നാൽ അറബിക്കടലിലായിരിക്കുമെന്ന് പറഞ്ഞത്. അറബിക്കടലിൽ PM ശ്രീ പദ്ധതി കൊണ്ടുപോയി ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ മന്ത്രിയായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഷംസുദ്ദീനെ കൊണ്ട് തന്നെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ വിസ്മയമാണ് ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ നിർബന്ധിതമായി മാറിയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. യോഗത്തിൽ CPI ഉടുമ്പൻചോല മണ്ഡലം സെക്രട്ടറി സുരേഷ് പള്ളിയാടിയിൽ അധ്യക്ഷത വഹിച്ചു. പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VK ധനപാൽ, AIYF ജില്ലാ പ്രസിഡന്റ് അജീഷ് മുതുകുന്നേൽ, CK കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. നേതാക്കളായ KG ഓമനക്കുട്ടൻ, ഷിജികുമാർ, CB എബ്രഹാം, KS രാജ്മോഹൻ, TR സഹദേവൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.